Praise God. Hallelujah. കരങ്ങൾ തട്ടി കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. Amen. 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 പതറാതെ മുന്നോട്ട് പോകാൻ, ഭയപ്പെടാതെ മുൻപോട്ട് പോകാൻ ഇന്ന് പകൽ നമുക്ക് ധൈര്യം നൽകുന്നത് മനുഷ്യന്റെ വാക്കുകളല്ല, ഈ ഭൂമിയിൽ നിങ്ങൾ കാണുന്ന സാധ്യതകളല്ല. സാധ്യതകളെക്കാൾ അപ്പുറം വിശ്വസിക്കാൻ കഴിയുന്ന ഒന്നുണ്ട്. അസാധ്യതകളെ സാധ്യമാക്കുന്നവന്റെ സാന്നിധ്യം ഇന്ന് പകൽ നമ്മോട് കൂടെയുണ്ട്. ഒന്ന് അനുഭവിച്ച് ജീവിതത്തിലെ ചെറുതും വലുതുമായ ആവശ്യങ്ങളിൽ ഇന്ന് പകൽ ആ ദൈവത്തിന്റെ കരമൊന്ന് മുറുകെ പിടിച്ച്, ചെറുതും വലുതുമായ ആവശ്യങ്ങളിൽ ദൈവത്തിന്റെ കരമൊന്ന് മുറുകെ പിടിച്ച്, ആമേൻ, അത്ഭുതങ്ങളെ ഒന്ന് അനുഭവിച്ച് ഇന്ന് പകൽ എത്ര പേർ ആഗ്രഹിക്കുന്നു, കർത്താവേ എനിക്ക് എന്റേതായിട്ടൊരു സാക്ഷ്യം പറയാൻ, എന്റെ ജീവിതത്തിൽ എന്റെ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തതൊന്ന് പറയാൻ, എനിക്കൊരു സാക്ഷ്യം പറയാൻ, എനിക്കൊരു ടെസ്റ്റിമണി പറയാൻ, എന്റെ ജീവിതത്തിൽ എന്റെ കർത്താവ് എനിക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ഇന്ന് പകൽ ചെയ്യണമെന്നൊന്ന് പറഞ്ഞേ. ആരുടെയെങ്കിലും ടെസ്റ്റിമണി കേട്ട് ദൈവത്തെ മഹത്വപ്പെടുത്താനല്ല, ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നു, ആമേൻ, എന്റേതായിട്ടൊരു ടെസ്റ്റിമണി. ഒരാമയും പറഞ്ഞേ. എല്ലാവരും പറയുന്നത് കേട്ട സക്കായി യേശുവിനെ ഒന്ന് കാണണമെന്ന് ആഗ്രഹിച്ചത്. യേശു എങ്ങനെയുള്ള ആളാന്ന് കാര്യം യേശുവിനെ കുറിച്ച് ഇത്രയൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, പക്ഷെ ഇദ്ദേഹം എങ്ങനെയുള്ള ആളാണെന്നൊന്ന് കാണാൻ ശ്രമിച്ചതാ. പക്ഷേ തൻ്റെ ആഗ്രഹത്തെ താൻ ആഗ്രഹിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായുള്ള ഒരു ദൈവ പ്രവൃത്തിയിലേക്ക് ദൈവം നയിച്ചു. തനിക്കും തൻ്റെ കുടുംബത്തിനും രക്ഷ വരുന്നൊരു പദ്ധതി, ഒരു പ്രവൃത്തി ദൈവം തൻ്റെ ജീവിതത്തിൽ ചെയ്തു. ഇന്ന് പകൽ അത്ഭുതം, ഞാൻ പറയും, നമ്മുടെ ജീവിതത്തിലൊക്കെ അത്ഭുതങ്ങൾ അതൊരു പുറംചട്ട മാത്രമാണ്, ഒരു പുസ്തകത്തിന്റെ പുറംചട്ട പോലെയാണ്. അത് തുറക്കുമ്പോൾ അതിനകത്ത് ദൈവത്തോട് നിന്നെ അടുപ്പിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. അത്ഭുതങ്ങൾ കേവലം മുഖാന്തരങ്ങൾ മാത്രമാണ്. അതിനകത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ദൈവപ്രവൃത്തിയുടെ ആഴങ്ങൾ, ദൈവപ്രവൃത്തിയുടെ വ്യാപ്തി, നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ വിചാരങ്ങൾ, അവന്റെ പദ്ധതികൾ എത്ര വലുതാണെന്ന് തിരിച്ചറിയാൻ കഴിയും. അതുകൊണ്ട് ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവിൽ വിളിച്ചു പറയുന്നു, അത്ഭുതങ്ങളുടെ ആദ്യത്തെ നിമിഷങ്ങളിൽ മാത്രം, ആമേൻ, ഹല്ലേലൂയ, ആസ്വദിച്ച് സമയം കളയാതെ ഇന്ന് പകൽ ആഴത്തിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ല്. ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ആരുടെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. നിന്റെ മാതാപിതാക്കൾക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയാത്തത്, നിന്റെ സഹോദരങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റാത്തത്, നീ ഉൾപ്പെട്ടു നിൽക്കുന്ന സമൂഹത്തിന് സ്വപ്നം കാണാൻ കഴിയാത്തത് നിന്നിലൂടെ ചെയ്യാൻ എന്റെ ദൈവത്തിന് കഴിയും. അതുകൊണ്ടാണ് ഇന്ന് പകൽ നമ്മൾ പറഞ്ഞത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. എന്ന് പകൽ കർത്താവ് ചെയ്ത ഉപകാരങ്ങൾക്കായി എത്ര പേർ നന്ദി പറയും. നമുക്കെല്ലാവർക്കും ഒരു നിമിഷം കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് എഴുന്നേൽക്കാം. നിങ്ങൾ എത്ര പേർ ചിന്തിച്ചിട്ടുണ്ട്, കാൽവറിയിലേക്ക് മാനവജാതിയുടെ പാപവും പേറി ദൈവത്തിന്റെ കുഞ്ഞാട് നാം ചുമക്കേണ്ട ക്രൂശ് നമുക്ക് വേണ്ടി ചുമന്ന് കയറി പോകുമ്പോൾ നാം സഹിക്കേണ്ടത് മുഴുവൻ അവൻ നമുക്ക് വേണ്ടി സഹിച്ചപ്പോൾ ആ ഹൃദയത്തിൽ എന്റെയും നിങ്ങളുടെയും മുഖങ്ങൾ ഉണ്ടായിരുന്നു. അത് ഓർക്കുമ്പോൾ എത്ര പേർക്ക് സന്തോഷമുണ്ട്. ഇന്ന് പകലും മനഃപൂർവ്വം നിന്നെ പലരും മറക്കാൻ ശ്രമിക്കുമ്പോൾ എന്റെ കർത്താവ് നിന്നെ സദാസമയം ഓർക്കും. മനഃപൂർവ്വം നിന്നെ മാറ്റി നിർത്താൻ പലരും ശ്രമിക്കുമ്പോൾ ഇന്ന് പകൽ യേശു ശ്രമിക്കുന്നത് എന്താണെന്ന് അറിയാമോ? നിന്നെ അടുത്തു കൊണ്ടുവരാൻ, തന്റെ മാർവിടത്തിൽ ചാരുവാൻ തന്റെ മാർവിടം കാട്ടിത്തരികയാണ്
ഇന്ന് പകൽ നിനക്ക് കാണാൻ കഴിയുന്നുണ്ടോ? കണ്ണ് തുറന്നു നോക്ക്. ഇന്ന് പകൽ യേശുവിന്റെ സ്നേഹത്തിൽ ഒരു തരി വിശ്വാസം ഉണ്ടെങ്കിൽ ഇന്ന് പകൽ കണ്ണ് തുറന്നു നോക്ക്. ആമേൻ. പാപിയായ നിന്നെ സ്വീകരിക്കാൻ കാൽവറിയിൽ ഇരു കരങ്ങളും ആമേൻ ഹല്ലേലൂയ നീട്ടി നിനക്ക് വേണ്ടി ആമേൻ ഹല്ലേലൂയ ക്രൂശിക്കപ്പെട്ട യേശു ക്രിസ്തു. ഇന്ന് പകൽ ആ യേശു എന്നെ ഓർത്തു. എത്ര പേർക്ക് സന്തോഷമുണ്ട്? യേശു എന്നെ ഓർത്തു. യേശു എന്നെ ഓർത്തു. എന്തു ഞാൻ പകരം നൽകും? നീ കരുതും കരുതലിനാ എന്നെ അവൻ മാനിച്ചെങ്കിൽ ശബ്ദം ഉയർത്തി ഒന്ന് പാടിക്കേ. എന്തു ഞാൻ പകരം നൽകും? നീ കരുതും കരുതലിനാ യേശുവേ, നീ ഓർത്തതിനാ എന്നെ നീ മാനിച്ചപ്പാ, എന്നെ നീ മാനിച്ചതിനാ. എൻ രക്ഷയായ ദൈവം, രക്ഷയായ ദൈവം, എൻ ഉയർച്ചയായ ദൈവം, നിൻ സൗമ്യത എന്നെ വലിയവനാക്കി. എൻ രക്ഷയായ ദൈവം, എൻ ഉയർച്ചയായ ദൈവം, നിൻ സൗമ്യത എന്നെ വലിയവനാക്കി. എന്തു ഞാൻ പകരം നൽകും? നീ കരുതും നീ കരുതലിനാ യേശുവേ, യേശുവേ, നീ ഓർത്തതിനാ എന്നെ നീ മാനിച്ചു. നീ മാനിച്ചതിനാ രക്ഷയായ ദൈവത്തിന്, എൻ രക്ഷയായ ദൈവം, ഓ എൻ ഉയർച്ചയായ ദൈവം, ആമേൻ, നിൻ സൗമ്യത എന്നെ വലിയവനാക്കി. മുഴുവൻ മഹത്വവും അവിടുത്തേക്ക് നൽകിക്കൊണ്ട് എൻ രക്ഷയായ ദൈവം, എൻ ഉയർച്ചയായ ദൈവം, നിൻ സൗമ്യത എന്നെ വലിയവനാക്കി. ഓർത്തെ അവൻ നടത്തിയ വഴികളൊന്ന് ഓർത്തു നോക്കിക്കേ. ആ കർത്താവ് കൊണ്ടുവന്ന വിധങ്ങളൊന്ന് ഓർത്തു നോക്കിക്കേ. നന്ദി പറയാൻ എന്തെങ്കിലുമൊക്കെ ദൈവം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ഓർത്തെടുത്ത് നന്ദി പറഞ്ഞേ. Be thankful, be thankful. ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കുക. ദൈവത്തോട് നന്ദിയുള്ളവർ. Oh, we thank you, Lord. യേശുവേ, നീ തന്നതിനെല്ലാം ചെയ്തതിനെല്ലാം നന്ദി. യേശുവേ, നിന്റെ സ്നേഹത്തിനാൽ കാൽവറിയിൽ നീ ജീവൻ തന്നല്ലോ. എനിക്കായെല്ലാം ചെയ്തോനെ, എന്നെ രക്ഷിച്ചോനെ, എന്നെ വീണ്ടെടുത്തോനെ, എനിക്കായി വേണ്ടതെല്ലാം നൽകിയോനെ. സർവഭൂമിക്കും രാജാവു നീ, ഇസ്രായേലിൻ പരിശുദ്ധൻ നീ. എന്നെ വീണ്ടെടുത്തോനും നീയേ, നിന്റെ പ്രവർത്തികളാതിശയമേ. രാജാവിനെ സർവഭൂമിക്കും രാജാവു നീ. ഇസ്രായേലിൻ എന്നെ വീണ്ടെടുത്തോനെ,
യോഗ്യനേശുവേ നീ മാത്രം. ഓ നീ നല്ലവൻ, നീ നല്ലവൻ. ചേർന്ന് പറഞ്ഞേ, അധരം അത് പറയട്ടെ. യോഗ്യനേശുവേ, എന്റെ യേശുവേ നീ നല്ലവൻ, നീ നല്ലവൻ, നീ നല്ലവൻ. യോഗ്യൻ, യോഗ്യൻ, യോഗ്യനേശുവേ, യോഗ്യനേശുവേ നീ നല്ലവൻ, നീ നല്ലവൻ. എൻ രക്ഷയായ ദൈവം, എൻ ഉയർച്ചയായ ദൈവം, നിൻ സൗമ്യത എന്നെ വലിയവനാക്കി. എന്നെ മാനിക്കുന്നു, എന്നെ മാനിക്കുന്ന ദൈവം, എന്നെ വഴി നടത്തും ദൈവം, നിന്റെ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി. എന്നെ മാനിച്ച ദൈവമേ, എന്നെ മാനിക്കുന്ന ദൈവം, ഓ എന്നെ വഴി നടത്തും ദൈവം, എന്നെ ഉന്നതനാക്കി. ഓ നിൻ സൗമ്യത എന്നെ വലിയവനാക്കി. നിൻ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി. യേശുവേ, നിൻ സൗമ്യത എന്നെ വലിയവനാക്കി. നിന്റെ ശ്രേഷ്ഠത, നിന്റെ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു നല്ലവൻ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. യഹോവ നല്ലവൻ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. യഹോവ നല്ലവൻ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. നിന്റെ ജീവിതത്തിന്റെ ആ കൈപ്പേറിയ അനുഭവത്തിൽ നിന്നുകൊണ്ടും പറഞ്ഞേ, എന്റെ ദൈവം നല്ലവൻ. നിന്റെ ജീവിതത്തിന്റെ താഴ്ചയിലും ഒന്ന് വിളിച്ചു പറഞ്ഞേ, അവൻ നല്ലവൻ. ഒരിക്കലും കാര്യമൊക്കെ കാര്യം, പക്ഷെ ദൈവവും ഞാനുമായിട്ടുള്ള ബന്ധത്തിൽ പിശാചിന് ഒരു അവസരം കൊടുത്തേക്കരുത്. നിന്റെ ഇപ്പൊ കടന്നു പോകുന്ന സാഹചര്യത്തെ മുതലെടുത്ത്, ചിലരുടെ സാഹചര്യങ്ങളെ മുതലെടുത്ത് പിശാച് ചിലരെ തളർത്തി കളഞ്ഞിട്ടുണ്ട്. ചിലരുടെ ഹൃദയത്തിനകത്ത്, തലയ്ക്കകത്ത് 1000 ചോദ്യങ്ങൾ ഇട്ട് ഈ ദൈവത്തെ സംശയിക്കുന്ന വിധത്തിൽ ഇതിനകത്ത് ചിലരുണ്ട്. കമോൺ, കമോൺ. ഇന്ന് പകൽ എന്റെ അഭിഷക്തന്റെ വാക്കുകൾ ഞാൻ കടമെടുത്തു പറയുന്നു. നീ ദൈവം സംസാരിക്കുന്നതിനേക്കാൾ പിശാചെ നീ പേടിക്കേണ്ടത് ദൈവത്തിന്റെ നിശബ്ദതയാണ്. ദൈവം മിണ്ടാതിരിക്കുമ്പോ ദൈവം ചിലത് ചെയ്യുന്നു. ദൈവം ചിലത് ചെയ്യുന്നു. നിന്റെ പ്രതിയോഗിയുടെ വായ എന്നേക്കുമായി അടച്ചു കളയേണ്ടതിന് ദൈവം ചിലത് നിനക്ക് വേണ്ടി ചെയ്യുന്നു. നിനക്കെതിരെ വിരൽ ചൂണ്ടുന്നവരുടെ വിരലുകൾ മടങ്ങി പോകും വിധം നിനക്ക് വേണ്ടി ദൈവം എന്തോ ചെയ്യുന്നു. വിശ്വസിക്കുന്നവർ പ്രതികരിച്ച്, വിശ്വസിക്കുന്നവർ പ്രതികരിച്ച്. സഹോദരി, നിന്റെ ഭാവിക്ക് വില പറയാൻ പിശാചിന് ആരും അധികാരം കൊടുത്തിട്ടില്ല. നിന്റെ ഭാവിക്ക് വില പറയാൻ നിന്റെ ബന്ധുക്കൾക്ക് ആരും അവകാശം കൊടുത്തിട്ടില്ല. നിന്നെ നിർമ്മിച്ചവൻ, നിന്നെ മെനഞ്ഞവൻ, നിന്റെ മാതാപിതാക്കൾക്ക് നിന്നെ കൊടുത്തവൻ നിന്റെ വിഷയത്തിൽ ഒരു അത്ഭുതം ചെയ്യും. എസ്തേറിനെ പോലെ നിനക്ക് വേണ്ടി ഒരു ഫേവറിന്റെ ചെങ്കോൽ ഇന്ന് പകൽ ദൈവം നീട്ടുകയാണ്.
Artaga regatana diramana judalaga regalkamana radachaga ragachaga nagadagasianda artajana gadagatana gadagalkamana gadagasi. Receive it, receive it. Ruba baba 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 setere bere bere durala mana manara reke bene bene bene. Hey, Jesus, 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 rete, 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 lata mana, harda mana, shata mana, roko mono, horo shede. നീ കാത്തിരുന്ന നിന്റെ വിടുതലിന്റെ നിമിഷം ഇതാണ്. നീ കാത്തിരുന്ന നിന്റെ ബ്രേക്ക് ത്രൂവിന്റെ നിമിഷം ഇതാണ്. ഇത് വിശ്വസിക്കുന്നവരുടെ സമയമാണ്. ദൈവം നിനക്കായി ചെയ്യുന്ന സമയമാണ്. നിനക്കെതിരെ നിന്നെ വിഴുങ്ങുവാൻ വാ പിളർന്നു നിൽക്കുന്ന ചില സിംഹ സമാനമായ ശക്തികളെ ഇന്ന് പകൽ ദൈവം വലിച്ചു കീറുക നിന്റെ മുമ്പിൽ. ദൈവമക്കളെ, പിശാച് ആരെല്ലാം ഉപയോഗിച്ച് എത്ര നമ്മളെ പ്രകോപിപ്പിച്ചാലും ഒരക്ഷരം വാ തുറന്ന് പറയരുത്. നീ പ്രാപിച്ചതിനെ ചോർത്തിക്കളയാൻ പിശാച്, എന്റെ ഭാഷയെ പറഞ്ഞ ഓസം കൊണ്ട് വരുക കുത്തിയെടുക്കാൻ. കമോൺ, നീ തിരിച്ചറിയണം. നീ പ്രാപിച്ച നിന്റെ നന്മകൾ, വാഗ്ദത്തങ്ങൾ നിന്റെ വാക്കുകൾ കൊണ്ട് നീ ചോർത്തിക്കളയാൻ സമ്മതിക്കരുത്. തിരുവചനം പറയുന്നു, മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവേൻ. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവേൻ. സകലവും അറിയുന്നവൻ പറയുന്നു, സകലത്തിന്റെ മേലും നിയന്ത്രണമുള്ളവൻ പറയുന്നു, മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവേൻ. ദൈവത്തിന്റെ ആത്മാവനോട് പറയുന്നു, നീ ആരെയാ ഭയപ്പെടുന്നേ? നീ ഭയപ്പെടുന്നതിനെ നീ ജയിക്കും. നീ പേടിച്ചതിനെ നിന്റെ കാൽ കീഴാക്കും ദൈവം. അടുത്തിരിക്കുന്ന വ്യക്തിയെ നോക്കി പറഞ്ഞേ, ഭയപ്പെടണ്ട, ദൈവം നമ്മോട് കൂടെയുണ്ട്. കുഞ്ഞുങ്ങൾ പറഞ്ഞേ, മക്കൾ പറഞ്ഞേ, ഭയപ്പെടണ്ട, ദൈവം നമ്മുടെ കൂടെയുണ്ട്. അടുത്ത് നിൽക്കുന്ന വ്യക്തിയെ പരിചയം ഇല്ലേലും കുഴപ്പമില്ല, പറ, ഭയപ്പെടണ്ട, ദൈവം നമ്മുടെ കൂടെയുണ്ട്. ടെൻഷനുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. സത്യം പറയുന്നതിന് പ്രതിഫലം കൂടുതലാ. ഇവിടെ ടെൻഷനേ ഇല്ല. ഒന്നും കൂടെ ചോദിക്കോ, ഒരവസരം കൂടെ. ടെൻഷനുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കി. നാളെ കുറിച്ചുള്ള വിഷയങ്ങളിൽ ടെൻഷനാണ്. നന്നായിട്ട് പൊക്കിക്കോ. ഇതിന്ന് പകൽ കർത്താവിനൊന്ന് കൊടുത്തേ. നമ്മളെ കൊണ്ടൊന്നും ചുമക്കാൻ പറ്റത്തില്ല. ഇത് ഒരാമയും പറഞ്ഞു, ഇതൊന്നും നമ്മളെ കൊണ്ട് അതറിയാവുന്ന കർത്താവ് പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവേൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഇത് നിനക്ക് ചുമക്കാനുള്ളതല്ല, ഇത് കർത്താവിന് കൊടുക്ക. ഇന്ന് പകൽ ദൈവം തരുന്ന ആശ്വാസം ഒന്ന് പ്രാപിച്ചേ, ദൈവം തരുന്ന സ്വസ്ഥതയൊന്ന് പ്രാപിച്ചേ. നിന്റെ കുടുംബത്തിൽ ഇന്നു മുതൽ ആ സ്വസ്ഥത വെളിപ്പെടട്ടെ. നിന്റെ കുടുംബത്തിൽ ആ സമാധാനം വെളിപ്പെടട്ടെ, ആ സന്തോഷം വെളിപ്പെടട്ടെ. ഓ ജീസസ്.
എണ്ണമില്ലാതുള്ള നന്മകളോർത്താൽ വർണ്ണിപ്പാനായിരം നാവുകൾ പോരാ. എണ്ണമില്ലാതുള്ള നന്മകളോർത്താൽ അവൻ പറയുന്നു, ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ. ഓ ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ. ഇമ്മാനുവേൽ എന്ന് പറഞ്ഞാൽ ദൈവം എൻ്റെ കൂടെ എന്നല്ല, ദൈവം നമ്മോട് കൂടെ. ഒരാമൻ പറഞ്ഞേ, ദൈവം നമ്മോട് കൂടെ. ഇന്ന് പകൽ എൽ ശദ്ദായി കുടുംബങ്ങളോട് കൂടെ ദൈവം ഇന്ന് പകലുണ്ട്. ആദ്യമായിട്ട് ഇതിനകത്ത് കടന്നു വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ വിളിച്ചു പറയുന്നു, സഹോദര, നിന്റെ കൂടെ ദൈവമുണ്ട്. നിന്റെ വിഷയത്തെ ദൈവം ഏറ്റെടുത്തു കഴിഞ്ഞു. വിശ്വസിച്ച കരങ്ങളെ തട്ടി കർത്താവിനെ സ്തുതിക്കാം. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെ. പറഞ്ഞേ ഇന്ന് പകൽ, ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട. ഓ ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെ. എണ്ണമില്ലാതുള്ള നന്മകളോർത്ത വർണ്ണിപ്പാനായിരം നാവുകൾ പോരാ. എണ്ണമില്ലാതുള്ള നന്മകളോർത്ത വർണ്ണിപ്പാനായിരം നാവുകൾ പോരാ. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേലിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ എന്റെ കൂടെയുണ്ട്. സാഹചര്യങ്ങൾ ഇന്ന് പകലൊരു ദൈവമൈതന്റെ വിഷയമല്ല. സാധ്യതകളുടെ ഒരു ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ, അവസ്ഥകളും കണ്ടില്ലെങ്കിലും ഇന്ന് പകൽ നാം വിശ്വസിക്കുന്നു, നാം ആരാധിക്കുന്നവൻ, നാം ഉയർത്തുന്നവൻ, അവൻ നമ്മോട് കൂടെയുണ്ട്. അവൻ നമ്മുടെ സാഹചര്യങ്ങൾക്കും മീതെയുള്ളവൻ. അവൻ നമ്മുടെ അസാധ്യതകളെക്കാൾ മീതെയുള്ളവൻ. ഇന്ന് പകൽ സകലത്തെയും നിയന്ത്രിക്കുന്ന ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്നു. സിംഹങ്ങൾ നടുവിൽ തള്ളപ്പെട്ടാലും ഭയപ്പെടേണ്ടിനിയും. തിച്ചൂള നിന്നെ കൂടിയെന്നാലും ഭയപ്പെടേണ്ടിനിയും. സിംഹങ്ങൾ നടുവിൽ തള്ളപ്പെട്ടാലും ഭയപ്പെടേണ്ടിനിയും. തിച്ചൂള നിന്നെ കൂടിയെന്നാലും ഭയപ്പെടേണ്ടിനിയും. കൺമണി പോൽ നിന്നെ കാക്കുന്ന ദൈവം കൂടെ വഹിച്ചിടുമെന്നു. കൺമണി പോൽ നിന്നെ കാക്കുന്ന ദൈവം തന്നുള്ള കൈ വഹിച്ചിടുമെന്ന്. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ എന്റെ കൂടെയുണ്ട്. ഓ ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ
ആരുമില്ലെന്നാലും ഭയപ്പെടേണ്ടിയും തന്നുള്ള കയ്യിൽ വരച്ചവൻ നിന്റെ കൂടെ നടക്കും, കൂടെ വസിക്കും. തന്നുള്ള കയ്യിൽ വരച്ചവൻ നിന്റെ കൂടെ നടക്കും, കൂടെ വസിക്കും. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട. ഓ Emmanuel, we call you Emmanuel. Yes, we want to see you Emmanuel. ഭയപ്പെടേണ്ട. Oh Emmanuel, നിന്റെ കൂടെയുണ്ട്. Oh ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട. Emmanuel, നിന്റെ എണ്ണമില്ലാതുള്ള നന്മകളോർത്ത വർണ്ണിപ്പാനായിരം നാവുകൾ പോരാ. എണ്ണമില്ലാതുള്ള നന്മകളോർത്ത വർണ്ണിപ്പാനായിരം നാവുകൾ പോരാ. ഭയപ്പെടില്ല, Emmanuel, നിന്റെ കൂടെ. ഓ ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട. Emmanuel, നിന്റെ കൂടെ. ഓ ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട. Emmanuel, നിന്റെ കൂടെ. ഓ ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട. Emmanuel, നിന്റെ കൂടെ. ആമേൻ. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട. Emmanuel, നിന്റെ കൂടെ. ഓ ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട. Emmanuel. എന്റെ പ്രിയ സഹോദര, നിന്റെ പ്രശ്നത്തിന്റെ വലിപ്പം നിന്നെ ഇത്ര പെട്ടെന്ന് തളർത്തി കളഞ്ഞെങ്കിൽ എന്റെ ചോദ്യം, എന്തുകൊണ്ട് ദൈവത്തിന്റെ വലിപ്പം നിന്നെ ഇതുവരെ ബലപ്പെടുത്തിയില്ല? നിന്റെ ഈ പ്രശ്നത്തിന്റെ വലിപ്പം നിന്നെ 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 ചുരുക്കി കളഞ്ഞില്ലേ? അനങ്ങാൻ പറ്റാത്ത പോലെ നീ ഇരുന്നു പോയില്ലേ? പക്ഷെ എന്റെ ചോദ്യം, എന്തുകൊണ്ട് ഒരിക്കൽ പോലും നിന്നെ വിളിച്ചിറക്കിയ ദൈവത്തിന്റെ വലിപ്പത്തെ കുറിച്ച് നീ ചിന്തിച്ചില്ല? പറ, ഈ ലോകത്തിൽ എന്തിനെങ്കിലും അവന്റെ മുൻപിൽ നിൽക്കാൻ ധൈര്യമുണ്ടോ? അത് തിരമാലകളാകട്ടെ, സമുദ്രമാകട്ടെ, അവൻ ഈ പ്രപഞ്ചത്തിന് അവന്റെ മുൻപിൽ നിൽക്കാനുള്ള ധൈര്യമില്ല. അപ്പോൾ ഇന്ന് പകൽ എത്ര പേർ പറയും, ഇന്ന് പകൽ എന്റെ ഭയം എന്റെ ദൈവം എടുത്തു മാറ്റുന്ന പകലാണ്? അയ്യായിരത്തിന്റെ വിഷയത്തിൽ കർത്താവിനെ വിശ്വസിച്ചു, ദൈവം തന്നു. 10,000 വന്നപ്പോഴും നമ്മൾ വിശ്വസിച്ചു, കർത്താവ് തന്നു. പക്ഷെ പെട്ടെന്ന് 1,00,000 വന്നപ്പോ പേടിച്ചു പോയി അല്ലേ? അക്കങ്ങളുടെ ഇപ്പുറത്തു വീണ പൂജ്യങ്ങൾ നിന്നെ പേടിപ്പിച്ചെങ്കിൽ ഇന്ന് പകൽ പറ, എന്റെ ദൈവം എനിക്ക് വേണ്ടി കരുതും. എന്നെ ഒത്തിരി ബലപ്പെടുത്തിയ ഒരു സംഭവമുണ്ട്. ഒത്തിരി ദൈവദാസന്മാർ പറഞ്ഞു, നിങ്ങളും കേട്ടിട്ടുണ്ടാവും. പക്ഷെ എൻ്റെ കാഴ്ചപ്പാടിനെ മാറ്റി എൻ്റെ ലൈഫിൽ ഞാൻ അനുഭവിക്കുവാൻ, ദൈവത്തിൻ്റെ വിശ്വസ്തതയെ അനുഭവിക്കുവാൻ എന്നെ സഹായിച്ചൊരു സംഭവമാണത്. ഒരിക്കൽ ഒരപ്പനും തൻ്റെ കുഞ്ഞു മകളും ആ അപ്പൻ്റെ സ്നേഹിതൻ്റെ ഒരു കടയിലേക്ക് ചെന്നു. ആ കടയിൽ ചെന്ന് അപ്പൻ എന്തോ സാധനം വാങ്ങാൻ പോയതാണ്. തൻ്റെ കൂടെയുള്ള ഈ കൊച്ചു കുഞ്ഞിനെ കണ്ടിട്ട് അപ്പൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു, മോളുടെ പേരെന്നാ? മോള് പേര് പറഞ്ഞു. എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ? ക്ലാസ് പറഞ്ഞു. എല്ലാം കഴിഞ്ഞു. പോകാൻ നേരത്ത് പറഞ്ഞു, ഇന്നാ കുഞ്ഞൊരു മുട്ടായി എടുത്തോന്ന് പറഞ്ഞു. ആ മിഠായി ഭരണിയുടെ അടപ്പ് തുറന്നിട്ട് കുഞ്ഞിനോട് എടുത്തോളാൻ പറഞ്ഞു. കുഞ്ഞു പറഞ്ഞു വേണ്ട. അപ്പം ഈ അച്ചായൻ പറഞ്ഞു, നല്ല കുട്ടിയാണല്ലോ,
സാരമില്ല, മോന്റെ പപ്പാടെ ഫ്രണ്ടാണ് ഞാൻ, ധൈര്യമായിട്ട് എടുത്തു, പൈസ ഒന്നും വേണ്ട. കൊച്ചു പറഞ്ഞു ഇല്ല ഞാൻ എടുക്കത്തില്ല. സാരമില്ല എടുത്തോ. അപ്പോ പപ്പ പറഞ്ഞു കുഴപ്പമില്ല കുഞ്ഞെടുത്തോ. കൊച്ചു പറഞ്ഞു ഇല്ല ഞാൻ എടുക്കത്തില്ല. പപ്പ ഇങ്ങനെ ചോദിച്ചു എന്തു പറ്റി, നീ പേടിച്ചു പോയോ? നോ പ്രോബ്ലം, നീ എടുത്തോ. കൊച്ചു പപ്പാടെ ചെവി പറയാ ഞാൻ എടുത്താ എൻ്റെ ഈ കുഞ്ഞി കൈക്കകത്ത് 1-2 കിട്ടത്തുള്ളൂ, പപ്പ എടുത്ത് തന്ന ഇഷ്ടം പോലെ കിട്ടും. പപ്പ എനിക്ക് എടുത്ത് തന്ന കൈ നിറയെ കിട്ടുമെന്ന്. കൊച്ചു കഥയാകട്ടോ. ഈ ഒത്തിരി പഠിത്തമുള്ളവരൊന്നും ഇത് വിശ്വസിക്കരുത്, കുഞ്ഞു കഥയാ. പക്ഷെ വലിയ പഠിത്തമൊന്നും ഇല്ലാത്തവര്, വിശ്വസിക്കാൻ ലോലമായ ഹൃദയമുള്ളവരെ കരമൊന്നും ഉയർത്തിക്കേ. പപ്പ നിനക്ക് വേണ്ടി ചിലത് ചെയ്യും. ഇവിടെ നിൽക്കുന്ന മാതാപിതാക്കളോട് ഞാൻ വിളിച്ചു പറയുക, നിങ്ങൾ കഷ്ടപ്പെട്ടിട്ട് ഈ കാലം അത്രയും, ഈ ആയുസ് മുഴുവൻ നിന്റെ മക്കൾക്ക് വേണ്ടി നീ കഷ്ടപ്പെട്ടിട്ട് നിനക്ക് കൊടുക്കാൻ പറ്റാത്തത് സ്വർഗത്തിലെ പിതാവ് അവർക്ക് വേണ്ടി കൊടുക്കും. അത് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ആ കരം തട്ടി ഒന്ന് സ്വീകരിച്ച് നിന്റെ തലമുറകൾ ദൈവ പ്രവൃത്തിക്ക് സാക്ഷ്യം വഹിക്കുന്ന ദിവസങ്ങളാണിത്. നിന്റെ തലമുറകൾ ദൈവത്തിന്റെ കരം അനുഭവിക്കുന്ന നാളുകളാണിത്. നിനക്ക് സ്വായത്തമാക്കാൻ കഴിയാത്തതിനെ നിന്റെ കരത്തിൽ വെച്ചു തന്ന് എന്റെ ദൈവം തന്റെ മഹത്വം വെളിപ്പെടുത്തുന്ന സമയമാണിത്. അതുകൊണ്ട് ഇന്ന് പകലത് വിശ്വസിക്കുന്നവർ എന്റെ കൂടെ ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചേ. ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല, ഇമ്മാനുവേൽ എന്റെ കൂടെയും. കണ്ണുകളെല്ലാം അടച്ചു പാടിക്കേ. ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല, ഇമ്മാനുവേൽ എന്റെ കൂടെയുണ്ട്. എണ്ണമില്ലാതുള്ള നന്മകളോർത്താൽ വർണ്ണിപ്പാൻ 1000 നാവുകൾ പോരാ. എണ്ണമില്ലാതുള്ള നന്മകളോർത്താൽ ജനമൊന്ന് ശബ്ദം ഉയർത്തി, കരങ്ങളെ ഉയർത്തി. ഭയപ്പെടില്ല,